മൊത്തം ആനയാണിത്. അവിടെ ഒരു തന്നിക്കുന്നു. ആന ആന ഇതാ കണ്ടോ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോഴേ ആനത്താവളത്തിലാണ്. ഗുരുവായൂര് ആനത്താവളത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇല്ലേ. അടുത്ത ആന അവിടെ ഉണ്ട്. ഇങ്ങനെ അത് കൊമ്പില്ലാത്ത പിന്നെ ആനകളേ ഉള്ളൂ. ആനകളെ ഇനി അടുത്ത ആനകളെ കാണാൻ പോവുകയാണ്. ഗുരുവായൂർ ആനത്താവളത്തിലാണ്. അവരെങ്ങോട്ട് പോയി? അടുത്ത ആനകളെ കാണാൻ പോവുകയാണ്. കണ്ടില്ലേ ഈ ആന അവരെല്ലാം കണ്ട് കേട്ട് വരുക. അവരങ്ങ് പോയോ? കണ്ടങ്ങ് പോയോ? ഇവിടെ ഒരാളേ ഉള്ളോ? അങ്ങോട്ട് പോയോ? അങ്ങോട്ട് പോരില്ലയോ? അത് അവരൊക്കെ ബഹളം പിടിക്കാൻ നോ എൻട്രി കണ്ടില്ലേ എഴുതിയിട്ടുണ്ട്. നോ എൻട്രി. രണ്ടും വില്ലന്മാരാതെ പിന്നെ അതുകൊണ്ടല്ലേ അങ്ങോട്ട് ഓരോതെന്ന് പറയുന്നത്. എൻട്രി അവിടെ പിന്നെ നിപ്പുണ്ട്. ഒരെണ്ണം കൂടെ അകത്തു നിപ്പുണ്ട്. ഉള്ളിൽ വേറൊരെണ്ണം കൂടെ നിപ്പുണ്ട്. കണ്ടില്ലേ ായിട്ടുള്ള ആനയുടെ അങ്ങോട്ട് പോകാം. അങ്ങ് നിപ്പുണ്ട്. കണ്ടില്ലേ അങ്ങ് വനത്തിനുള്ളിൽ നിൽക്കുന്ന മാതിരിയാണ്. ഉണ്ടോ? സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നക്കാരായിട്ടുള്ള ആനകളെ അടുത്തേക്ക് പോകാൻ അനുവദനീയമല്ല. കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനത്താവളത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ടുണ്ട് അങ്ങ് നിൽക്കുന്നാണ്ടില്ലേ. അങ്ങ് പുറകിൽ കണ്ടില്ലേ ആന അങ്ങനെ വനത്തിൽ നിൽക്കുന്ന മാതിരി അങ്ങ് പുറകു വശത്ത് കണ്ടില്ലേ. ഞാനത് സൂം ചെയ്ത് കാണിച്ചു. അങ്ങ് നിൽക്കുന്നുണ്ട് ആന. അങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂട് കൂടുന്നു. അതുകൊണ്ട് തണുപ്പിച്ചുകൊണ്ട് ആനത്താവളത്തിൽ ഗുരുവായൂര് ആനത്താവളത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്. എൻ്റെ ഇവിടെ ഇപ്പണ്ട് ഒമ്പറകിലും ഒക്കെ ഇട്ടിട്ട് എഴുന്നള്ളത്തിന് നിർത്തുമ്പോൾ ഇതിനൊക്കെ പേരുകളുണ്ട്. ഇതിൻ്റെ പേരുകളൊന്നും അറിയത്തില്ല. എല്ലാം എഴുന്നള്ളിക്കുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ പേരൊക്കെ ഇതിൻ്റെ കഴുത്തേ വരത്തുള്ളൂ. ദൂരമായിട്ട് നോക്കിയ ദൂരേക്ക് ആനയുണ്ട്. അവിടൊക്കെ ആനയാണ്. അവിടൊക്കെ ആന നിപ്പുണ്ട് കേട്ടോ. അവിടൊക്കെ ആനയാണ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് അലൗഡല്ല. അത് പ്രശ്നക്കാരായിട്ടുള്ള ആനകളായിരിക്കും. അതുകൊണ്ടാണ് അങ്ങ് മാറ്റി കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ? അങ്ങോട്ട് നോക്കിയാലും എവിടെയും ഉണ്ട് ആന. അങ്ങോട്ട് നോക്കിയാൽ എൻ്റെ പുറകിലോട്ട് നോക്കിയാലും ആനകൾ ഇഷ്ടംപോലുണ്ട്. ഒന്നുമല്ല. എൻ്റെ പുറകിൽ ഇതിൻ്റെ പുറകിൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്ത് നോക്കാം. അതിൻ്റെ പുറകിൽ ആന കണ്ടേ. പുറകിലൊക്കെ ആന വെച്ചിരിക്കുന്ന കണ്ടില്ലേ. ഓടാനകളുണ്ട് ഇവിടെ. കൃഷ്ണക്കാരായിട്ടുള്ള ആനകളെയെല്ലാം അങ്ങ് ദൂരം മാറ്റി നിർത്തിയിരിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയാലും ആനകൾ. ഇവരൊക്കെ പ്രശ്നക്കാരനല്ല. എന്തോ പ്രശ്നക്കാരായിട്ടുള്ളതാണ് പുറകിക്കൊണ്ട് വയ്ക്കുന്നത്.
ക്ലിയർ. അത് തന്നെ. നല്ല ആനകളുണ്ടെന്നാ പറയുന്നത്. കണ്ടില്ലേ, എത്ര ആന കാണും അതിന് പുറയില്? 10-12 ആനയുണ്ട് അങ്ങോട്ട്. കണ്ടില്ലേ, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. ഇല്ലല്ല, ആ റോഡ് ശരിയായിട്ടില്ല. ഇതുപോലെ വഴി ശരിയാക്കാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കണ്ടില്ലേ, നല്ല എല്ലാം എഴുന്നള്ളത്ത് വരുമ്പോൾ അതിന്റെ പേരുള്ളൂ. കഴിച്ചയിലൊക്കെ അല്ലേ, ആനകൾ മാത്രം. ഗുരുവായൂർ ആനത്താവളത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ആനകൾ കണ്ടില്ലേ, തീറ്റകൾ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ആന നല്ല ഉയരമൊക്കെ ഉള്ള ആനയാണ്. ഇതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല, പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. ഉത്സവപ്പറമ്പിലേക്ക് എഴുന്നള്ളിക്കാൻ പോകുന്നത് ഇത് ഒറ്റക്കൊമ്പനാണ്. ഒരു കൊമ്പ് കൂടിഞ്ച പോയേക്കുന്നതാണ്. നല്ല ഉയരമുള്ള ആനയല്ലേ, നല്ല ഉയരമുള്ള ആനയാണ്. പക്ഷേ ഒരു കൊമ്പേ ഉള്ളൂ. അതെ, അടുത്ത ആനകൾ ഇങ്ങനെ എവിടെ നോക്കിയാലും ആനകൾ. അത് വിടാനാനകൾ. ആനകളുടെ നല്ല ലക്ഷണമൊത്ത ആനയായിരുന്നു. ഒറ്റ കൊമ്പേ ഉള്ളൂ. കണ്ടില്ല, നല്ല തലയെടുപ്പുള്ള ആന. ഇതൊക്കെ കൊമ്പുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആനകളിൽ ഉത്സവപൂരങ്ങളിലൊക്കെ പുരപ്പറമ്പായിന് ഇവന്. അത് അറിയത്തില്ല എവിടെ വന്ന്. ഇവരോട് ചോദിച്ചാൽ, ആനക്കാരോട് ചോദിച്ചാൽ അറിയാം. ഇന്ദ്രസേനൻ, ഗുരുവായൂർ ഇന്ദ്രസേനൻ, പേരുകെട്ട ആന. ഒരാൾ അടുത്താരോട് നിൽക്കട്ടെ. കൊമ്പന ഇവിടെ നോക്ക്. എന്തിനാ ഇവിടെ ചിരിക്കോ? എന്റെ വീഡിയോ നമ്മളിപ്പോൾ ആ ഗുരുവായൂർ ആനത്താവളത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് എവിടത്തെ നോക്കിക്കഴിഞ്ഞാൽ ആനകളെ ഉള്ളൂ. കണക്കെത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തല്ലേ, കണ്ടോ, അവിടെ നോക്കിയാലും എല്ലാത്തിൻ്റെയും പേരൊക്കെ എഴുതിയായിരുന്നു. ഇതെല്ലാം മാഞ്ഞു പോയതാ, എല്ലാം മാച്ചു പോയതാ. ധാരാളം ആനകളെ കണ്ടില്ലേ, എല്ലാം കണ്ടില്ലേ. നല്ല കൊമ്പനാന എവിടെ. നല്ല കൊമ്പ്. ആകാരം പോരാ, കണ്ടില്ലേ, ഒക്കെ ആകാരം പോരാ. നല്ല ആനകളാണ്, പക്ഷെ ആകാരം പോരാ. അത്തങ്ങൾ കുറവാണ് എന്തോ. ഓക്കേ, ആനക്കൂട്. ഇവിടെയൊക്കെ മെരുക്കുന്ന ആനകളെ ചട്ടം പിടിപ്പിക്കുന്നതിനകത്താണ്.